ഹായ് ഹലോ ഫ്രണ്ട്സ്, പത്രമാറ്റ് സീരിയലിൽ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കള്ളക്കടത്ത് സ്വർണത്തിന്റെ പേരിൽ നയനെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ ഇട്ടിരിക്കുകയാണ്. ആദർശനെയും നയനെയും കൊടുക്കാനായിട്ട് ഡേവിഡും നാഗേന്ദ്രനും കൂടി കളിച്ച ഒരു കളിയും കൂടിയായിരുന്നു ഇത്. ആദർശ് അതിൽ നിന്ന് തലനാഴിയിലേക്ക് രക്ഷപ്പെടുകയും നയനെ അതിൽ കുടുങ്ങുകയും ചെയ്യുകയാണ്. ഈ ഒരു ചതിക്ക് പിന്നിലും എൻ ചുലർക്കാർ തന്നെയാണെന്ന് ആദർശും നയനയും അതുപോലെ തന്നെ നന്ദു ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും പ്രൂവ് ചെയ്യാനുള്ള തെളിവുകളൊന്നും അവരുടെ കയ്യിലില്ല കേട്ടോ. നയനെ സിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് ലോക്കപ്പിലിടുകയും നയനോട് മോശമായിട്ട് പെരുമാറുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന കാണുമ്പോഴേക്കും നന്ദുവിന് ഒരുപാട് വിഷമാവുന്നുണ്ട്. നന്ദു ഉടനെ തന്നെ നവീനെ വിളിച്ചു വരുത്തുന്നുണ്ടെങ്കിലും സിയെ സ്റ്റേഷൻ ജാമ്യത്തിൽ നയനെ വിടാനായിട്ട് കൂട്ടാക്കുന്നില്ല. ഇതുപോലെ കള്ളക്കടത്ത് സ്വർണവുമായി പിടിക്കപ്പെട്ടവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാൻ കഴിയില്ലെന്നും നാളെ എന്തായാലും കോടതിയിൽ പ്രതിയെ ഹാജരാക്കുമ്പോൾ കോടതിയിൽ പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ട് പ്രതിയെ ജാമ്യത്തിൽ കൂട്ടിക്കൊണ്ടു പോകാനാണ് സിഐ പറയുന്നത്. നയനയുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നയനെ കൂടുതൽ ബുദ്ധിമുട്ടിക്കരുതെന്നും അതുപോലെ ചേച്ചി പ്രഗ്നന്റ് ആണെന്നും ഒക്കെ പറഞ്ഞ് നന്ദു കുറെ പറയുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ കേൾക്കാൻ കൂട്ടാക്കുന്നില്ല കേട്ടോ ആ സിഐ. പുതുതായി വന്ന സിഐ സാറിനെയും നാഗേന്ദ്രനും ഡേവിഡും ഒക്കെ കാശ് കൊടുത്ത് കൈവശപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അവർ പറയുന്ന പോലെ തന്നെയാണ് അയാൾ കേൾക്കുന്നതും. കള്ളക്കടത്ത് സ്വർണത്തിന്റെ പേരിൽ നയനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നൊക്കെ ഉള്ളത് നവ്യ അറിയുന്നുണ്ട്. എന്നാലും ഇതിനു മുമ്പ് കള്ളക്കടത്ത് സ്വർണത്തിന്റെ പേരിൽ അഭി അറസ്റ്റ് ചെയ്തവളാണല്ലോ നന്ദു. അന്ന് നന്ദുവിന്റെ കാല് പിടിച്ച് കരഞ്ഞു പറഞ്ഞപ്പോൾ പോലും നന്ദു ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ തയ്യാറായില്ല. സ്വന്തം ഭർത്താവിനെ ജയിലിലേക്ക് അയച്ചതല്ലേ. അന്ന് ആദർശം നയനും ഒക്കെ പറയുന്നത് കേട്ടിട്ടല്ലേ അവൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. എന്റെ വാക്കിന് ഒരു വില പോലും അവൾ തന്നില്ലല്ലോ. അത് മാത്രമാണോ? അതും കഴിഞ്ഞ് എത്രയോ പ്രാവശ്യം അവൾ എന്നെ അഭിയും ദ്രോഹിച്ചിരിക്കുന്നു. അങ്ങനെയൊക്കെ കാണിച്ചതിന് ദൈവം തന്നെ ഇപ്പോൾ ഒരു തിരിച്ചടി കൊടുത്തതാണെന്ന് നവ്യ പറയുന്നുണ്ട്. അഭിക്കും ചെല്ലജയ്ക്കും ഒക്കെ ഇത് കേട്ടിട്ട് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം ദൈവം ഇപ്പൊ അവരുടെ കൂടെയാണെന്നാണ് അവർ പറയുന്നത്. കോടതിയിൽ പോലും നയനക്ക് ജാമ്യം കിട്ടരുതെന്നും നയനെ റിമാൻഡ് ചെയ്യണമെന്നൊക്കെയാണ് അവർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. നയനെ റിമാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നാഗേന്ദ്രനും ഡേവിഡും കൂടി കളിക്കുന്നുണ്ടെങ്കിലും നവീൻ അവിടെ മുന്നിട്ടിറങ്ങി നയനെ രക്ഷപ്പെടുത്തുകയാണ്. അതിനു മുമ്പായിട്ട് തന്നെ അനന്തപുരിയിലെ നയനമോളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തുവെന്നും അവളെ ലോക്കപ്പിൽ ഇരുത്തിയിരിക്കുകയാണെന്നൊക്കെ അറിയുമ്പോഴേക്കും ജലജ അബിയൊക്കെ സന്തോഷിക്കുന്നുണ്ടല്ലോ. ആ വാർത്തയറിഞ്ഞ് നയനമോളെയും അതുപോലെ നന്ദുവിനെയൊക്കെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന നവ്യയോട് മുത്തശ്ശൻ തന്നെ അവസാനം സഹായമായിട്ട് സത്യങ്ങളെല്ലാം തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട്. ആദർശനെ നയനെയും എൻ ജ്വല്ലറിക്കാരെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയാണെന്നും അതുപോലെ തന്നെ എൻ ജ്വല്ലറിയിൽ നീ മോഡലായിട്ട് കയറുന്നതിന് മുമ്പായി തന്നെ അബിയും അവരും തമ്മിൽ കണക്ഷൻ ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ മുത്തശ്ശൻ പറയുന്നുണ്ട്. സ്റ്റേഷനിലേക്ക് നവീൻ വന്ന് സിഐയോട് സംസാരിക്കുന്നുണ്ടെങ്കിലും നയനെ സ്റ്റേഷൻ ജാമ്യത്തിൽ ഇറക്കാൻ അയാൾ ഒട്ടും തന്നെ കൂട്ടാക്കുന്നില്ല. നയനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാൻ കഴിയില്ലെന്ന് അയാൾ നവീന്റെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്. പ്രതിയുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് പോലും അങ്ങനെ ഒരു ഇളവ് കൊടുക്കാൻ കഴിയില്ലെന്നും കള്ളക്കടത്ത് സ്വർണം പിടികൂടിയ കേസായതുകൊണ്ട് തന്നെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുക കേട്ടോ. അപ്പൊ നവീൻ പറയുന്നുണ്ട്, സാറേ ഇതൊരു ചതിയാണ്. നയന അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്നുള്ളത് സാറിനെ പോലെ തന്നെ എനിക്കും അറിയാം. എന്നിട്ടും സാർ ആ ചതിക്ക് കൂട്ടു നിൽക്കുകയല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ജാമ്യം ഒന്നും കിട്ടാത്ത രീതിക്ക് തന്നെ കേസ് എടുക്കണമെന്നും ഈ കേസിനെ ബലപ്പെടുത്തണമെന്നൊക്കെ മോളിൽ നിന്നും സാറിന് നല്ല സമ്മർദ്ദം ഉണ്ടെന്നൊക്കെ ഉള്ളത് എനിക്കറിയാം എന്നിങ്ങനെ നവീൻ പറയുമ്പോഴേക്കും തന്നെ സിഐ പറയുന്നുണ്ട്, താൻ എന്താണോ ഉദ്ദേശിക്കുന്നത്? ഞാൻ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ട് കള്ളക്കേസ് കെട്ടി ചമച്ചതാണെന്നാണോ? നവീൻ പറയുന്നുണ്ട്, അത് ഞാൻ സാറിന്റെ മുഖത്ത് നോക്കി നേരെ ചോദിച്ചില്ലെങ്കിലും ഞാൻ ചോദിച്ചതിനർത്ഥം സാറ് കൃത്യമായിട്ട് മനസ്സിലാക്കിയല്ലോ എന്ന് തന്നെ ചോദിക്കുകയാണ്. നയന ഇപ്പൊ ഗർഭിണിയാണെന്നുള്ളൊരു പരിഗണന വെച്ചിട്ടെങ്കിലും ഈ ജാമ്യമില്ലാ വകുപ്പൊക്കെ ചുമത്താതിരിക്കായിരുന്നു. പക്ഷെ സാർ ഇവിടെ മനഃപൂർവ്വം ആ ഒരു പരിഗണന പോലും കൊടുക്കാതെയല്ലേ കേസ് ചാർജ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ എന്ന് പറയുകയാണ് നവീൻ. ഇന്നൊരു ദിവസം നയന ഇവിടെ കിടക്കേണ്ടി വരുമായിരിക്കും. എന്നാലും സാരമില്ല, നാളെ കോടതിയിൽ വെച്ച് കാണാം. കോടതി വെച്ച് പുഷ്പം പോലെ നയനെ ഞാൻ ഇറക്കിക്കൊണ്ട് പോകുന്നൊക്കെ പറയുകയാണ്. അത് താൻ എന്ത് വേണമെങ്കിലും ആയിക്കോ, അല്ലെങ്കിൽ വക്കീൽമാരുടെ ജോലി എന്ന് പറയുന്നത് തന്നെ അതല്ലേടോ. തന്റെ സാമർത്ഥ്യമൊക്കെ നാളെ കോടതിയിൽ കണ്ടാൽ മതി എന്ന് പറയുകയാണ്. അപ്പൊ നവീൻ പറയുന്നുണ്ട്, അതെന്തായാലും നമുക്ക് കോടതിയിൽ വെച്ച് തന്നെ കാണാം സാർ. എന്തായാലും ഇങ്ങനെ ഒരു കള്ളക്കേസ് ചുമത്തി നയനെ കുടുക്കിയതല്ലേ, അതായത് നയനെ എങ്ങനെ രക്ഷപ്പെടുത്തണം എന്നൊക്കെ ഉള്ളത് എനിക്കറിയാന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ നവീൻ അവിടുന്ന് പോകുന്നുണ്ട്. അപ്പൊ സിഐക്ക് ദേഷ്യം വരുന്നുണ്ട്. സിഐ പറയുന്നുണ്ട്, എന്തായാലും നാളെ കോടതിയിൽ കാണാം. ഞാനിതിനെ അങ്ങനെ നിസ്സാരമാക്കി കാണുന്നില്ലടോ. ഞാനിതിനെ അങ്ങനെ നിസ്സാരമാക്കി കാണുന്നില്ല. എഴുതാൻ പറ്റുന്ന വകുപ്പുകളെല്ലാം ഞാൻ എഴുതി ചേർത്തിട്ടുണ്ട്. നാളെ ജാമ്യം കിട്ടുന്നത് എനിക്ക് വന്ന് കാണണം എന്നൊക്കെ പറയുകയാണ് അയാളും. അങ്ങനെ നയന ലോക്കപ്പിൽ തന്നെ കിടക്കുകയാണ് കേട്ടോ. ആദർശ് ഈ വിവരങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. സ്റ്റേഷൻ ജാമ്യം എന്തായാലും എടുക്കാൻ കഴിയില്ല. കള്ളക്കടത്ത് സ്വർണ്ണമായിട്ടല്ലേ പിടിക്കപ്പെട്ടേക്കുന്നത്. ഇത് മനഃപൂർവ്വം നമ്മളെ ചതിച്ചത് തന്നെയാ, അതെനിക്ക് മനസ്സിലായി. എന്തായാലും നമുക്ക് കോടതിയിൽ വെച്ചിട്ട് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. പുതിയതായി വന്നിരിക്കുന്ന സിഐ ഇച്ചിരി മൊരടനാ. നയന പ്രഗ്നന്റ് ആണെന്നുള്ള പരിഗണന പോലും കൊടുക്കാതെയാ നയനെ ലോക്കപ്പിൽ ഇരുത്തിയേക്കുന്നത്. നന്ദുവിനും ഇവിടെ ഒന്നും ചെയ്യാൻ വയ്യാത്തൊരു സിറ്റുവേഷൻ ആയിപ്പോയി. അയാൾ പറയുന്ന അനുസരിക്കുകയല്ലാതെ വേറൊരു വഴിയില്ല എന്നൊക്കെ നവീൻ പറയുന്നുണ്ട്. ആദർശ് പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലായി, ഇതിന്റെ പിന്നിലും ആ എൻ ജ്വല്ലറിക്കാർ തന്നെയാ. അവർ തന്നെയാ ഇങ്ങനൊരു നാറിയ കളി കളിച്ചേക്കുന്നത്. ശരിക്കും അവർ ടാർഗറ്റ് ചെയ്തിരുന്ന എന്നെയായിരുന്നു.
ആ സമയത്ത് ഒരു അത്യാവശ്യ കാര്യത്തിന് ഞാൻ ഇറങ്ങി പോയതുകൊണ്ടാണ് നയനെ അവർ പിടികൂടിയത്. എന്നാലും അവളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അവളെ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുത്തേണ്ടി വന്നല്ലോ നോക്കുമ്പം എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാന്നൊക്കെ തന്നെ ആദർശ് പറയുന്നുണ്ട്. അപ്പോൾ നവീൻ പറയുന്നുണ്ട്, സാരമില്ല ആദർശേട്ടാ, എന്തായാലും നമുക്ക് നാളെ കോടതിയിൽ നിന്ന് ജാമ്യം മേടിക്കാം. ആദർശേട്ടൻ വിഷമിക്കാതെ, കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടാത്ത വകുപ്പൊന്നും അല്ലല്ലോ. എന്നെ കൊണ്ട് കഴിയുന്നതിന്റെ പരമാവധി ഞാൻ ഇതിനു വേണ്ടി ശ്രമിച്ചോളാം എന്നൊക്കെ തന്നെ പറഞ്ഞ് ആദർശിനെ ഒന്ന് ആശ്വസിപ്പിച്ചിട്ടാണ് നവീൻ അവിടുന്ന് പോകുന്നത്. ആദർശും നന്ദുവും കൂടെ നയനെ കാണാനായിട്ട് വരുന്നുണ്ട്. ഞാൻ കാരണമാണ് നിനക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നതെന്ന് പറഞ്ഞ് ആദർശം അല്ലാണ്ട് സങ്കടപ്പെടുമ്പോഴേക്കും നയന പറയുന്നുണ്ട്, ആദർശേട്ടാ, ഇത് ആദർശേട്ടനെ കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ മനഃപൂർവ്വം ചെയ്യുന്നതാ. ഇതിന്റെ പിന്നിലും ആ ജ്വല്ലറിക്കാർ തന്നെയാ. നമ്മൾ അവരുടെ പിന്നാലെ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിയിട്ടാവണം അവർ നമ്മളെ തകർക്കാൻ നോക്കുന്നത്. എന്തായാലും ആദർശേട്ടൻ കൂടെയുള്ള കാര്യം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ആദർശേട്ടനും അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി. ആദർശേട്ടൻ ആ സമയത്ത് കാറിൽ നിന്ന് പോകാൻ തോന്നിയത് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഇന്നൊരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, ആദർശേട്ടൻ വിഷമിക്കേണ്ട. അപ്പൊ നന്ദുവും പറയുന്നുണ്ട്, അതേ ആദർശേട്ടാ, ഇതിന്റെ പിന്നിലും അവർ തന്നെയായിരിക്കും. അവരാണല്ലോ ഇങ്ങനെ മനസാക്ഷി ഇല്ലാതെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അവരെ എൻ്റെ കയ്യിൽ കിട്ടിയ അവരെ ഇടിച്ച് ഒരു പരുവാക്കും ഞാൻ. അത്രയ്ക്ക് എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. അതുപോലെ ആ CA സാറും അതുപോലെ ആ CAക്കും അവർ നല്ലോണം കാശ് കൊടുത്തിട്ടുണ്ട്. അയാളും അവരുടെ ഒപ്പം ചേർന്ന് അവരെ സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കുന്നത്. അയാളും അവർക്ക് വേണ്ടിയിട്ടാണ് ജോലി ചെയ്യുന്നതെന്നാണ് തോന്നുന്നത്. എന്തായാലും നയനേച്ചിക്ക് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാക്കി അവരെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ തന്നെ നന്ദു പറയുന്നുണ്ട്. ആദർശ് പറയുന്നുണ്ട്, അതേ മോളെ, ഇതിന്റെ പിന്നിൽ അവർ തന്നെയാണ്. നമ്മൾ അവരുടെ പിന്നാലെ ഉണ്ടെന്നുള്ളത് അവർക്ക് മനസ്സിലായി കഴിഞ്ഞല്ലോ. അതുകൊണ്ടായിരിക്കും അവരിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്തായാലും ഇത് ഇച്ചിരി കടന്ന കൈയായിപ്പോയി. മുത്തശ്ശനും മുത്തശ്ശിയും അമ്മയൊക്കെ ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരും വിഷമിക്കുന്നൊക്കെ തന്നെ ആദർശ് പറയുകയാണ് കേട്ടോ. ആ സമയത്ത് നന്ദു പറയുന്നുണ്ട്, അതൊക്കെ ഇപ്പൊ അവർ അറിഞ്ഞിട്ടുണ്ടാകും ആദർശേട്ടാ. ഇതിന്റെ പിന്നിൽ ജ്വല്ലറിക്കാരാണെങ്കിൽ അവരപ്പം തന്നെ അബിയെ വിളിച്ച് അറിയിക്കുമല്ലോ. അബി നവ്യേച്ചിയോടും അതുപോലെ ആ വീട്ടിലുള്ള എല്ലാവരോടും പറഞ്ഞ് ഇപ്പൊ അവർ ഭയങ്കര സന്തോഷത്തിലായിരിക്കും. അവിടെ അവരുടെ പ്ലാനിങ് ഒക്കെ വിജയിച്ചില്ലേ, അതിന്റെ സന്തോഷമായിരിക്കും. എന്തൊക്കെ പറഞ്ഞാലും അവർ ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്നൊക്കെ നന്ദു പറയുന്നുണ്ട്. പിന്നെ ആദർശേട്ടൻ വിഷമിക്കൊന്നും വേണ്ട, ഇന്നൊരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. നാളെ എന്തായാലും കോടതിയിൽ നിന്ന് നമുക്ക് ജാമ്യം കിട്ടും. പിന്നെ നയനേച്ചി ഇപ്പം പ്രഗ്നന്റ് ആയതുകൊണ്ട് തന്നെ ആർക്കും അങ്ങനെ നയനേച്ചിയെ ഉപദ്രവിക്കാനൊന്നും കഴിയില്ല. അതൊരു ആശ്വാസമാണെന്നൊക്കെ തന്നെ പറയുക കേട്ടോ. പ്രഗ്നന്റ് ആണെന്ന് കാണിച്ചോണ്ട് തന്നെ നമുക്ക് കോടതിയിൽ നിന്ന് ഈസി ആയിട്ട് നാളെ ജാമ്യം കിട്ടുകയും ചെയ്യുമെന്നും പറയുന്നുണ്ട്. അത് നവീനായിട്ടൻ ഉറപ്പ് പറഞ്ഞിട്ടാ പോയേക്കുന്നതെന്നൊക്കെ പറയുമ്പോഴേക്കും തന്നെ എന്നാലും നയനെ അഴിക്കുള്ളിൽ കിടക്കുന്ന കാണുമ്പോഴേക്കും ആദർശന് ഒരു സമാധാനം ഇല്ല കേട്ടോ. എത്രയും പെട്ടെന്ന് തന്നെ ജ്വല്ലറിക്കാരെ തകർത്തെറിയണം എന്നുള്ളൊരു വാശിയായി ഇപ്പൊ ആദർശന്റെ മനസ്സിൽ. ഡ്യൂട്ടി ടൈം കഴിഞ്ഞിട്ടും നന്ദു വീട്ടിലേക്ക് പോകാതെ നയനക്ക് കോട്ടിരിക്കുന്ന കാണുമ്പോഴേക്കും CAക്ക് വീണ്ടും ചൊറിഞ്ഞു കയറുകയാണ് കേട്ടോ. മേടിച്ച കാശിന് കൂറ് കാണിക്കാനായിട്ട് നയനെ കുറച്ചും കൂടി ഭീഷണിപ്പെടുത്താനും അതുപോലെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വിഷമിപ്പിക്കാനും ഒക്കെയുള്ള ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു CAയുടെ മനസ്സിൽ. നന്ദു പോയതിനു ശേഷം നയനെ ചോദ്യം ചെയ്യാനാണെന്നുള്ള പേരിൽ അവരെ കുറച്ച് മാനസികമായി വിഷമിപ്പിക്കാനും തളർത്താനും ഒക്കെയാണ് അയാൾ പ്ലാൻ ചെയ്ത് വെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നന്ദു പോകാതിരിക്കുന്ന കാണുമ്പോഴേക്കും അയാൾ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ SIയുടെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞില്ലേ, എന്നിട്ടും പിന്നെ എന്തിനാ എവിടെ ഇരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കള്ളക്കടത്ത് പ്രതിക്ക് കൂട്ടിരിക്കുകയാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും നന്ദു ഭയങ്കര താഴ്മയോടെ തന്നെ പറയുന്നുണ്ട്, സാർ, ഇതെന്റെ സ്വന്തം ചേച്ചിയാണ്. ചേച്ചി പ്രഗ്നന്റ് ആണ്. ഇന്നൊരു രാത്രി ഞാൻ ഇവിടെ തന്നെ കാണും സാർ. എനിക്ക് എൻ്റെ ചേച്ചി ഇവിടെ തന്നെ ആക്കിച്ച് പോകാൻ കഴിയില്ല. സാർ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുമ്പോഴേക്കും അയാൾ പറയുന്നുണ്ട്, ഡ്യൂട്ടി ടൈം കഴിഞ്ഞ് വീട്ടിൽ പോകാതിരിക്കുന്നതിന്റെ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലാകും. എന്നാലും സത്യസന്ധമായി ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന ഒരു പോലീസ് ഓഫീസർ അറസ്റ്റ് ചെയ്ത ഒരു കള്ളക്കടത്ത് പ്രതിക്ക് വേണ്ടി കാവലിരിക്കുക എന്നൊക്കെ പറയുന്നതേ എന്തൊരു മോശം പരിപാടിയാന്നൊക്കെ പറഞ്ഞ് നന്ദുവിനെ ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നന്ദു പറയുന്നുണ്ട്, സാർ, ഇതിന്റെ പേരിൽ എന്തൊക്കെ പറഞ്ഞാലും ഇന്ന് ഇവിടെ നയനേച്ച് തന്നെ ആക്കിയേച്ച് ഞാൻ വീട്ടിലേക്ക് പോവില്ല. ഇതിന്റെ പേരിൽ സാർ എന്ത് നടപടി എടുത്താലും അതൊക്കെ അനുഭവിക്കാൻ ഞാൻ തയ്യാറാ. ഇന്നൊരു ദിവസം നയനേച്ചി ഇവിടെ തന്നെ ആക്കിയേച്ച് എനിക്ക് എങ്ങോട്ടും പോകാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് നന്ദു വാശി പിടിച്ച് അവിടെ ഇരിക്കുകയാണ് കേട്ടോ. അയാൾ പറയുന്നുണ്ട്, ഇന്നൊരു ദിവസം വേണമെങ്കിൽ ഇവിടെ തനിക്ക് കാവലിരിക്കാൻ കഴിഞ്ഞേക്കും. എന്നാൽ നാളെ ഇവർ ജയിലിലോട്ടാ പോകുന്നത്. ഇവർക്ക് എന്തായാലും കോടതിയിൽ നാളെ ജാമ്യം കിട്ടാൻ പോകുന്നില്ല. ഇവരെ റിമാൻഡ് ചെയ്താൽ നേരെ സബ് ജയിലിലേക്കാണ് കൊണ്ടുപോകാൻ പോകുന്നത്. അവിടെ സബ് ജയിലിൽ പോയി താൻ കൂട്ടിരിക്കുമോ എന്നൊക്കെ ചോദിച്ച് പരിഹസിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് നന്ദു പറയുന്നുണ്ട്, സാർ, ഇതൊരു ചതിയാണ്. ഇത് കരുതി കൂട്ടി ആരോ ചെയ്തതാണ്. അല്ലാതെ എൻ്റെ ചേച്ചി അങ്ങനെ ചെയ്യുന്ന ആളല്ല. ഇതെന്റെ ചേച്ചിയെ മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടി ആരോ ചെയ്തതാ. ചേച്ചിയുടെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ പരിഗണിച്ചെങ്കിലും നാളെ കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടുമെന്ന് തന്നെ ഞങ്ങളുടെ പ്രതീക്ഷ. അതിനുവേണ്ടി ചെയ്യാൻ പറ്റുന്നൊക്കെ ഞങ്ങൾ ചെയ്യുമെന്നൊക്കെ നന്ദു പറയുമ്പോഴേക്കും, ആ, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് കണ്ടറിയണം. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം FIR എടുത്തിരിക്കുന്നത്. അതൊക്കെ SI നന്ദുവിനോട് ഇനി ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ. ആ സമയത്ത് SIയുടെ ഈ ഒരു പരിഹാസ ചോദ്യമൊക്കെ കേൾക്കുമ്പോഴേക്കും നന്ദുവിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. നന്ദു ഒന്നും മിണ്ടാതെ തല ഒന്നിച്ച് തന്നെ നിൽക്കുകയാണ് കേട്ടോ. അയാൾ എന്ത് വേണമെങ്കിലും പറഞ്ഞിട്ട് പൊക്കോട്ടെ. അയാൾ ഇപ്പോൾ ആ ജ്വല്ലറിക്കാർക്ക് വേണ്ടി ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന എന്നുള്ളൊരു ധാരണയിൽ തന്നെ നന്ദു ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ട്. അങ്ങനെ അതും പറഞ്ഞ് അയാൾ പോവുകയാണ് കേട്ടോ.
ഈ CI നയനയുടെ മുമ്പിൽ വെച്ചിട്ടാണല്ലോ SI ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്. ആ സമയത്ത് നയന പറയുന്നുണ്ട്, മോളെ എനിക്ക് ഒരു പേടിയുമില്ല, ഞാൻ ഇന്ന് ഇവിടെ ഇരുന്നോളാം, മോള് വീട്ടിലേക്ക് പൊയ്ക്കോ, മോളെ കാണാതെ അമ്മയും അച്ഛനൊക്കെ വിഷമിക്കുന്നൊക്കെ പറയുമ്പോഴേക്കും നന്ദു പറയുന്നുണ്ട്, അതിനേക്കാളും വലിയ വിഷമമായി ചേച്ചി ഇപ്പൊ ചേച്ചിയുടെ ഈ ഒരു അവസ്ഥ ഓർത്തിട്ട്. അച്ഛനും അമ്മയൊക്കെ ഇത് അറിഞ്ഞ് എന്തുമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് അറിയാവോ? ചേച്ചി എത്രയും പെട്ടെന്ന് പുറത്തിറക്കണം, അത് മാത്രമേ ഉള്ളൂ ഇപ്പം എൻ്റെ മനസ്സിൽ. അതിന് ഈ ജോലി തന്നെ ഉപേക്ഷിക്കേണ്ടി വന്നാൽ അതിന് ഞാൻ റെഡിയാന്നൊക്കെ നന്ദു പറയുമ്പോഴേക്കും നയന പറയുന്നുണ്ട്, മോളെ നീ എടുത്ത് ചാടി അബദ്ധമൊന്നും കാണിക്കരുത്, എന്തായാലും നവീനും ആദർശേട്ടനും ഒക്കെ പുറത്തുണ്ടല്ലോ, അവർ കാര്യങ്ങളൊക്കെ നോക്കിക്കോളും, മോൾ അതിൻ്റെ പേരിൽ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലെന്ന്. എന്തായാലും മോൾ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ടെന്നൊക്കെ തന്നെ പറയുകയാണ് നയന. നന്ദുവും പറയുന്നുണ്ട്, എന്നാലും ഇത് ഞാൻ പ്രതീക്ഷിച്ചതിലും അപ്പുറമായിപ്പോയി ചേച്ചി, ഇങ്ങനൊരു നീക്കം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. ആ ജ്വല്ലറിക്കാരെ ഇത്രയും ചീപ്പായ ഒരു കളി കളിക്കുമെന്ന് ഞാൻ വിചാരിച്ചല്ല ചേച്ചി. എന്നാലും എൻ്റെ നയനേച്ചിക്ക് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായല്ലോ. ആ സമയത്ത് എന്നെ കനക നന്ദുവിൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും നന്ദൂട്ടൻ നിന്ന് സ്റ്റേഷനിൽ തന്നെ നയനമോളുടെ കൂടെ ഉണ്ടാവണം. നയനമോൾക്ക് ഒരു അബദ്ധം സംഭവിക്കരുത്. മോള് ഭക്ഷണമൊക്കെ കഴിച്ചായിരുന്നോ? മോൾക്ക് കുടിക്കാൻ വെള്ളമൊക്കെ കൊടുത്തോ? അവളെ പോലീസുകാർ ചോദ്യം ചെയ്ത് ബുദ്ധിമുട്ടിച്ചെന്നൊക്കെ തന്നെ ചോദിക്കുമ്പോഴേക്കും, ഇല്ലമ്മേ ചേച്ചിയുടെ കൂടെ ഞാനുണ്ടല്ലോ, എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം, ചേച്ചിക്ക് ഇവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഇങ്ങനൊരു അവസ്ഥയായിപ്പോയി, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ്, അതുകൊണ്ടാണ് ചേച്ചി ഇന്നിവിടെ നിൽക്കേണ്ടി തന്നെ വന്നത്, അല്ലെങ്കിൽ ചേച്ചി എങ്ങനെയെങ്കിലും പുറത്തിറക്കിയാനെന്നൊക്കെ തന്നെ പറയുന്നുണ്ട്. എന്തായാലും നാളെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ നമുക്ക് കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടുമെന്നൊക്കെ നന്ദു ഭയങ്കര ആത്മവിശ്വാസത്തോടെ തന്നെ പറയുകയാണ് കേട്ടോ കനകയോട്. കനകയും ഗോവിന്ദനും ഒക്കെ ഈ വാർത്ത അറിഞ്ഞ് വല്ലാതെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അമ്മ എന്തായാലും ടെൻഷൻ അടിക്കണ്ട, അച്ഛനെയും പറഞ്ഞ് സമാധാനിപ്പിക്കുക, അച്ഛന് സുഖമില്ലാത്തതല്ലേ, ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല, ഇന്നൊരു ദിവസം ഇവിടെ കിടക്കേണ്ടി വരും, അത്രയേ ഉള്ളൂ, നാളെ എന്തായാലും നമുക്ക് കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടും എന്നൊക്കെ അച്ഛനോട് അമ്മ പറഞ്ഞുതരാന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ വിഷമിക്കണ്ടെന്നും പറഞ്ഞ് നയന ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. സ്റ്റേഷനിൽ വന്ന് നയനെ കണ്ടിട്ട് പോയതിനു ശേഷവും ആദർശന് ഒരു സമാധാനം ഇല്ല കേട്ടോ. ആദർശ് നാളെ കോടതിയിൽ എന്തായാലും നയനക്ക് ജാമ്യം കിട്ടിയേ പറ്റുള്ളൂ എന്നുള്ളൊരു വാശിയിൽ തന്നെ നവീനെയൊക്കെ കൂടെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നവീൻ പറയുന്നുണ്ട്, ആദർശേട്ടാ ഇത് ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരമാണ് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്, എന്തായാലും ഇന്നൊരു രാത്രി നമ്മളിത് സഹിച്ചേ പറ്റുള്ളൂ, അല്ലാതെ വേറെ വഴിയൊന്നുമില്ല, നാളെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ നമുക്ക് കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടും. ശരിക്കും പറഞ്ഞാൽ ജാമ്യം കിട്ടാത്ത വകുപ്പൊക്കെയാണ് അയാളെ എഴുതി ചേർത്തേക്കുന്നത് ആ CI. എന്നാലും പ്രതിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയൊക്കെ പരിഗണിച്ചുകൊണ്ട് കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് അങ്ങനെ തന്നെ വിശ്വസിക്കാന്നൊക്കെ നവീനും പറയുന്നുണ്ട്. എന്നിട്ട് നവീൻ പറയുന്നുണ്ട്, ആദർശേട്ടാ നമുക്ക് നാളെ കോടതിയിൽ ഹാജരാക്കാൻ വ്യക്തമായ കുറച്ച് തെളിവുകളൊക്കെ ആവശ്യമുണ്ട്, ആ തെളിവുകൾ സംഘടിപ്പിക്കാനുള്ള മാർഗം ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നവീൻ പറയുന്നുണ്ട്. ആദർശ് പറയുന്നുണ്ട്, അതിന് എൻ്റെ ഹെൽപ്പ് എന്ത് വേണമെന്നുണ്ടെങ്കിലും ഞാൻ ചെയ്യാം, എൻ്റെ നയനെ എങ്ങനെയെങ്കിലും നാളെ പുറത്തിറക്കിയേ പറ്റുള്ളൂ, അവൾ തറവാട്ടിൽ പോലും നിൽക്കാതെ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞാൽ എൻ്റെ പിന്നാലെ വന്നത്, എന്നിട്ട് അവൾക്ക് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായില്ലെന്ന് ഓർക്കുമ്പം എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുക, എന്നോട് തന്നെ വെറുപ്പ് തോന്നുക, ഞാൻ കാരണമാണല്ലോ അവൾക്ക് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായെന്നൊരു കുറ്റബോധം എൻ്റെ മനസ്സിൽ കിടക്കുക, അതുകൊണ്ട് നിനക്ക് എന്ത് സഹായം വേണമെങ്കിലും നീ എന്നോട് ചോദിക്കാൻ മടിക്കരുത്, എങ്ങനെയാണെങ്കിലും നാളെ നമുക്ക് നയനെ പുറത്തിറക്കിയേ പറ്റുള്ളൂ എന്ന് ആദർശ് പറയുക കേട്ടോ. അങ്ങനെ എല്ലാവരും ഈ വാർത്ത അറിഞ്ഞ് ആകെ ടെൻഷനിലിരിക്കുകയാണ്. നാളെ നയനമ്മക്ക് ജാമ്യം കിട്ടി നയനമ്മൾ പുറത്ത് വരണമെന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. മുത്തശ്ശിയും ദേവ്യാനിയും ഒക്കെ ഈ കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ നയനമോൾക്ക് തന്നെ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായല്ലോ, എൻ്റെ നയനമോൾ ഇങ്ങനെ ചതിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവർ കരയുന്നതും. മുത്തശ്ശന് നല്ല വിഷമത്തിലാണെന്ന് മനസ്സിലാക്കിയിട്ട് മുത്തശ്ശനെ ഒന്ന് സമാധാനിപ്പിക്കാനായിട്ട് തന്നെ മുത്തശ്ശി റൂമിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ അവർ സംസാരിക്കുന്ന സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട്, നയനമോൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായല്ലോ, പാവം നയനമോള് ഒരു തെറ്റും ചെയ്യാതെയാണ് ഇപ്പൊ ഇങ്ങനെയുള്ള ശിക്ഷയൊക്കെ അനുഭവിക്കുന്നത്, ആ കുട്ടിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ പോലും പരിഗണിക്കാതെയാ അയാൾ അവളെ ലോക്കപ്പിൽ തന്നെ കിടത്തിയിരിക്കുന്നത്. നയനമോളെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാനായിട്ട് നന്ദുവും അതുപോലെ നവീനും നോക്കിയതാ, അപ്പോഴും ആ CI ആണ് അതിനെ സമ്മതിക്കാതിരുന്നത്. മിക്കവാറും ആ ജ്വല്ലറിക്കാർ CIക്കും കുറച്ച് കാശ് കൊടുത്ത് അയാളെ വശപ്പെടുത്തി വെച്ചിരിക്കുകയായിരിക്കും, അവർക്ക് വേണ്ടിയിട്ടായിരിക്കും ഇപ്പം അയാൾ ജോലി പോലും ചെയ്യുന്നതെന്നൊക്കെ ദേഷ്യപ്പെട്ട് പറയുകയാണ് മുത്തശ്ശൻ. എനിക്ക് ഉറപ്പാ വസുന്ധരെ, ഇതിന്റെ പിന്നിലും ആ ജ്വല്ലറിക്കാർ തന്നെയാണ്, അവർ നമ്മുടെ കുട്ടികളെയും കുടുംബത്തെയൊക്കെ താറുമാറാക്കാനാണ് നോക്കുന്നത്, അവരുടെ പിന്നാലെ തന്നെ ആദർശം നന്ദു ഉണ്ടെന്നൊക്കെ ഉള്ളത് അവർക്ക് മനസ്സിലായി കാണും, അതുകൊണ്ടായിരിക്കും അവർ ആ അന്വേഷണമൊക്കെ തിരിച്ചുവിടാനായിട്ട് നയനമോളെ തന്നെ ഇങ്ങനെ കരുവാക്കിയത്. എന്തായാലും ഇത് ഓർക്കാപ്പുറത്തുള്ളൊരു ചതിയായിപ്പോയി, എനിക്കിത് സഹിക്കാൻ കഴിയില്ല, ഇപ്പൊ തന്നെ എനിക്ക് നയനമോളെ പോയി കാണണമെന്നുണ്ട്, സ്റ്റേഷനിൽ ചെന്ന് ആ CI കിட்ட 2 പൊട്ടിക്കണമെന്നുമുണ്ട്, എല്ലാവരോടും വിളിച്ച് പറയാനും ഒക്കെ എനിക്ക് തോന്നുന്നുണ്ട്, ഞാൻ ആകെ പിടിവിട്ടിരിക്കുക എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ മുത്തശ്ശൻ പറയുക കേട്ടോ. മിക്കവാറും ഇത് ആദർശനെ കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയായിരിക്കും അവർ ചെയ്തത്, എന്നാൽ അതിൽ വീണു പോയത് നയനമോളാ. എന്താണെങ്കിലും അവർക്കത് എളുപ്പമായില്ലേ, നയനമോളാണ് ചതിയിൽ വീണതെന്നറിഞ്ഞാലും നയനമോളെ സ്നേഹിക്കുന്ന നമുക്കെല്ലാവർക്കും അത് വിഷമാവും എന്നുള്ളത് അവർക്കറിയാമല്ലോ. അതൊക്കെ മനസ്സിലാക്കിയിട്ട് അവരൊക്കെ ഇപ്പോൾ ഭയങ്കര സന്തോഷത്തിലിരിക്കുകയായിരിക്കും. എന്തായാലും ആ സന്തോഷത്തിനൊന്നും അധികം ആയുസില്ല വസുന്ധരെ, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെങ്കിലും ഞാൻ അവരെ വെറുതെ വിടില്ല,
എൻ്റെ നയനമോളെ ഇത്രയും അധികം സങ്കടപ്പെടുത്തിയ ആരാണെങ്കിലും അതിൽ ആ CAക്ക് പങ്കുണ്ടെങ്കിൽ അയാളെ പോലും ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ മുത്തശ്ശൻ ദേഷ്യപ്പെട്ട് തന്നെ മുത്തശ്ശിയോട് പറയുകയാണ്. മുത്തശ്ശി സങ്കടത്തോടെ ചോദിക്കുന്നുണ്ട്, ഇനിയൊരു പക്ഷേ കോടതിയിൽ നാളെ മോക്ക് ജാമ്യം കിട്ടിയില്ലെങ്കിൽ മോളെ അവർ റിമാൻഡ് ചെയ്യുമോ? ഇനി അങ്ങോട്ടേക്ക് കുറച്ച് ദിവസം മോള് ജയിലിൽ പോയി കിടക്കേണ്ടി വരുമോ? അങ്ങനെ ഒരു അവസ്ഥ എൻ്റെ കുട്ടിക്കുണ്ടായാൽ അത് സഹിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരയുമ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, താൻ പേടിക്കണ്ടടോ, അങ്ങനെ ഒരു അവസ്ഥ എന്തായാലും നമ്മുടെ നയനമോൾക്ക് ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാകാൻ ഞാൻ സമ്മതിക്കത്തുമില്ല. എന്ത് വില കൊടുത്തും ഞാൻ എൻ്റെ നയനമോളെ പുറത്ത് ഇറക്കിയിരിക്കുമെന്ന് തന്നെ പറയുകയാണ് മുത്തശ്ശൻ. പിന്നെ അവിടെ ഞാൻ ഒന്നും നോക്കുകയില്ല, അതിലും വലുതല്ലല്ലോ എനിക്ക് മറ്റൊന്നും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അതിൻ്റെ പേരിൽ ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ ഈ കുടുംബത്തുണ്ടായാലും അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ ആദർശമോനെയും അതുപോലെ നയനമോളെയും ഇത്ര അധികം ഉപദ്രവിക്കുമ്പോൾ ഞാൻ അതൊക്കെ കണ്ട് നോക്കിയിരിക്കണോ? ഒരിക്കലുമില്ല. ഇവിടെ ഉണ്ടല്ലോ രണ്ടുപേര്, ആ AM ജ്വല്ലറിക്കാർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനും അവരുടെ കീഴിൽ ജോലി ചെയ്യാനും ആഗ്രഹിക്കുന്നവര്. അവര് പിന്നെ ഈ വീട്ടിൽ ഉണ്ടാവില്ല. എല്ലാത്തിനെയും ഞാൻ അടിച്ചു പുറത്താക്കും. ആരുടെയും ജീവിതം നശിച്ചു പോകണ്ടെന്ന് ഓർത്തിട്ട് മാത്രമാണ് ഞാൻ അതൊക്കെ ക്ഷമിക്കുന്നത്. അതൊക്കെ ഞാൻ അങ്ങ് വേണ്ടെന്ന് വെക്കും. എല്ലാ സസ്പെൻസും ഞാൻ അങ്ങ് പൊളിക്കും. എൻ്റെ ആദർശമോനേക്കാളും നയനമോളെക്കാളും ഒന്നും വലുതല്ലാന്ന് പറയുന്നുണ്ട്. എന്തായാലും താൻ വിഷമിക്കാതിരിക്കെ, നാളെ നമ്മുടെ നയനമോക്ക് ജാമ്യം കിട്ടും. നയനമോളെയും കൂട്ടി ആദർശ് തിരിച്ച് അങ്ങോട്ടേക്ക് പോവുകയും ചെയ്യും. AM ജ്വല്ലറിക്കാരുടെ പിന്നാലെ ശക്തമായ ആദർശുണ്ടെന്നും അവരുടെ കള്ളക്കളികളെല്ലാം വെളിച്ചത്താകാൻ പോകാന്നുള്ള ഭയം കൊണ്ടാണ് അവർ ഇങ്ങനെയുള്ള നീക്കങ്ങളൊക്കെ നടത്തുന്നത്. എന്തായാലും ആദർശ് ശരിയായ വഴിയിലൂടെ തന്നെയാണ് പോകുന്നത്. അതിന്റെ സൂചനകളായത്. എന്നാൽ നയനയുടെ 3-ാം മാസത്തെ ചടങ്ങിന് എല്ലാവരും ഗസ്റ്റ് ഹൗസിലേക്ക് പോയ സമയത്ത് മുത്തശ്ശനും അബിയും ജലജയും നവ്യയും മാത്രം പോയിട്ടില്ലായിരുന്നല്ലോ. ആ സമയത്ത് മുത്തശ്ശനെ ആഹാരം കഴിക്കാനായിട്ട് നവ്യ വന്ന് വിളിക്കുന്ന സമയത്ത് നവ്യ മുത്തശ്ശനോട് പല ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട്. അതിനൊക്കെ തക്ക മറുപടി മുത്തശ്ശൻ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് അബിയെ നീ കണ്ണടച്ച് വിശ്വസിക്കരുതെന്നും അങ്ങനെ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അവസാനം നീ തന്നെ കരയേണ്ടി വരും എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നല്ലോ. മുത്തശ്ശൻ അങ്ങനെ വെറുതെ ഒന്നും പറയില്ല. അബിയെ കണ്ണടച്ച് വിശ്വസിക്കരുതെന്ന് മുത്തശ്ശൻ എന്തുകൊണ്ടായിരിക്കും പറഞ്ഞെന്നൊക്കെ നവ്യ ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നവ്യ DNA ടെസ്റ്റ് ചെയ്യാനായിട്ട് അബിയുടെയും ചന്തുമോളുടെയും മുടിനാരെടുത്ത് ഡേവിഡിന് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അതേ രീതിക്ക് തന്നെ നവ്യയുടെ ഒരു ഫ്രണ്ടിന്റെ കയ്യിലും നവ്യ ഇത് ടെസ്റ്റ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഡേവിഡ് അധികം വൈകാതെ തന്നെ DNA ടെസ്റ്റിന്റെ റിസൾട്ട് വന്നു. ചന്തുമോൾ അബിയുടെ കുഞ്ഞല്ല, ആദർശന്റെ കുഞ്ഞൊക്കെ തന്നെയാണെന്നും പറഞ്ഞ് ഉറപ്പിച്ച് പറയുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് നവ്യ അത് വിശ്വസിക്കുന്നുണ്ടെങ്കിലും പിന്നീട് മുത്തശ്ശൻ പറഞ്ഞ കാര്യങ്ങളും അമ്മ പറഞ്ഞ കാര്യങ്ങളും അതൊക്കെ ഓർത്ത് കൂട്ടിക്കഴിച്ച് നോക്കുമ്പോഴേക്കും നവ്യയ്ക്ക് തന്നെ സംശയമായിട്ടാണ് നവ്യയുടെ കൂട്ടുകാരുടെ കയ്യിലും കൂടെ ഇത് ടെസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കുന്നത്. അതിന്റെ റിസൾട്ടിന്റെ കാര്യം നവ്യ പിന്നീട് അന്വേഷിച്ചുമില്ല. കാരണം ഡേവിഡ് എന്ന് നവ്യ വിശ്വസിക്കുന്ന പോലെ തന്നെയാണല്ലോ പറഞ്ഞത്. ചന്തുമോൾ അബിയുടെ കുഞ്ഞല്ല എന്നും ഇത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി ഉണ്ടാക്കി പറയുന്നൊക്കെയാണെന്നും പറഞ്ഞ് നവ്യനെ അന്ന് വിശ്വസിപ്പിക്കുകയാണല്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഫ്രണ്ടിന്റെ കയ്യിൽ കൊടുത്തത് പിന്നെ നവ്യ അന്വേഷിക്കുന്നുമില്ല. അന്ന് മുത്തശ്ശനായിട്ട് സംസാരിച്ചപ്പോഴേക്കും എന്താണ് ശരിയെന്നൊന്നും ഉള്ളത് നിനക്കറിയില്ലെന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ നയനെ അറസ്റ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ മുത്തശ്ശിയോടൊക്കെ പറയാനായിട്ട് സന്തോഷത്തിൽ വരികയാണ് കേട്ടോ നവ്യ. സ്വന്തം ജ്വല്ലറിയിൽ കള്ളക്കടത്ത് സ്വർണം കൊണ്ടുവന്നെന്ന് പറഞ്ഞ് അബി അന്ന് നന്ദു അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയപ്പോൾ ഞാൻ എല്ലാവരുടെയും കാൽക്കൽ വീണ് കരഞ്ഞു. എന്നിട്ടും ആരും അത് വകവെച്ചില്ല. എടുക്കാൻ പോലും ആരും കൂട്ടാക്കിയില്ല. അബിക്ക് ജാമ്യം കിട്ടരുതെന്നായിരുന്നു അന്ന് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ അതേ ഒരു അവസ്ഥ തന്നെയാണ് നയനയ്ക്കും സംഭവിച്ചേക്കുന്നത്. നയന സഞ്ചരിച്ച കാറിൽ നിന്നാണ് കള്ളക്കടത്ത് സ്വർണം പിടിച്ചേക്കുന്നത്. അതുപോലെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് അവൾക്കെതിരെ ആ CI കംപ്ലൈന്റ് എടുത്തേക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ നല്ല ദേഷ്യം വരികയാണ് കേട്ടോ. ആ സമയത്ത് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ നവ്യയെ വിറപ്പിച്ചുകൊണ്ട് തന്നെ ഈ സത്യങ്ങളെല്ലാം പറയുകയാണ്. അവർ പറയുന്ന ഒന്നും തന്നെ നവ്യ വിശ്വസിക്കാൻ കൂട്ടാക്കാതെ വരുമ്പോഴേക്കും അന്ന് നയനയും ആദർശം കൂടി ഒരു DNA ടെസ്റ്റ് ചെയ്തായിരുന്നല്ലോ. ആ ഒരു റിസൾട്ടൊക്കെ ഇവരെ അടുത്ത് കാണിക്കുന്നുണ്ടെങ്കിലും നവ്യ അതൊന്നും തന്നെ വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല. ഇതൊക്കെ വെറുതെ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയതാണെന്നൊക്കെ ഉള്ളത് എനിക്കറിയാം. ശരിക്കും ഞാൻ DNA ടെസ്റ്റ് ചെയ്തു എന്നും ചന്തുമോൾ അബിയുടെ കുഞ്ഞല്ല എന്നൊക്കെ ഉള്ളത് എനിക്ക് വ്യക്തമായി അറിയാമെന്നൊക്കെ തന്നെ നവ്യ അവരോട് വാദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിന്റെ അമ്മ വന്ന് നിന്നോട് പറഞ്ഞതും എല്ലാം സത്യമായ കാര്യങ്ങളാണെന്നും അബിയെ നീ വിശ്വസിക്കരുതെന്നും അവൻ നിന്നെ ചതിക്കുകയാണെന്നും ഒക്കെയുള്ളത് നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും പറയുന്നുണ്ട് കേട്ടോ. അതൊന്നും തന്നെ നവ്യ വിശ്വസിക്കാനേ കൂട്ടാക്കുന്നില്ല. എന്നെ എൻ്റെ അബിയെ ആക്ഷേപിച്ചതിനും കുറ്റപ്പെടുത്തിയതിനും ഈ വീട്ടിൽ ഒതുക്കി നിർത്തിയതിനും അങ്ങനെ ഞങ്ങളോട് ചെയ്ത എല്ലാ ദ്രോഹങ്ങൾക്കുമൊക്കെ ഒന്നിച്ച് ദൈവം ഇങ്ങനെ ഒരു തിരിച്ചടി തന്നതാണെന്നൊക്കെ പറഞ്ഞ് നവ്യ അങ്ങ് അട്ടഹസിക്കുകയാണ്. ഇതൊക്കെ AM ജ്വല്ലറിക്കാരെ നിന്നെ വെറുതെ വെടിയാക്കാൻ വേണ്ടി പറയുന്നതാണെന്നും അതൊന്നും നീ വിശ്വസിക്കരുതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു തെറ്റ് അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ മറച്ചു വെച്ചോണ്ട് അബിയെ അവിടെ മാനേജറാക്കേണ്ട കാര്യമുണ്ട് അവർക്ക്. അവരങ്ങനെ വെറുതെ പറഞ്ഞതല്ല, അത് തന്നെയാണ് സത്യം. അതെനിക്ക് ബോധ്യമായതാന്നൊക്കെ നവ്യ പറയുന്നുണ്ട്. മുത്തശ്ശനും മുത്തശ്ശിക്കും ഏകദേശം കാര്യം മനസ്സിലായി. ഇതിൻ്റെ ഇടയിൽ കിടന്ന് കളിക്കുന്നത് AM ജ്വല്ലറിക്കാരും ഡേവിഡും ആണെന്നൊക്കെ ഉള്ളത് അവർക്ക് പൂർണ്ണമായിട്ട് ബോധ്യപ്പെടുന്നുണ്ട്. അവർ നവ്യയോട് ഇത് വലിയൊരു ചതിക്കുഴിയാണെന്നും നീ അവരെ വിശ്വസിക്കരുതെന്നൊക്കെ ഒരുപാട് പറയുന്നുണ്ടെങ്കിലും നവ്യ അതൊന്നും തന്നെ കേൾക്കാൻ കൂട്ടാക്കാതെ ഇവരുടെ നേരെ തട്ടിക്കയറുകയാണ് ചെയ്യുന്നത്.
നിന്നെ അവർ അവിടുത്തെ മോഡലായിട്ട് സെലക്ട് ചെയ്ത് തന്നെ എന്തുകൊണ്ടാണെന്ന് അറിയാവോ? നീ ഇവിടുത്തെ മരുമോളാണെന്ന് അറിഞ്ഞുകൊണ്ട് നിന്നെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഞങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതുപോലെ തന്നെ ഇത്രയും തെറ്റുകൾ ചെയ്ത അബിയെ അവർ മാനേജർ ആക്കണമെന്നുണ്ടെങ്കിലും അതിന് പിന്നിലും അവർക്ക് വേറെന്തോ ലക്ഷ്യമുണ്ട്. അല്ലാതെ കള്ളക്കടത്ത് മാർഗം സ്വർണം കൊണ്ടുവന്നതിനും അതുപോലെ തന്നെ തിരിമറി നടത്തിയതിൻ്റെയൊക്കെ പേരിൽ അവനെ ആരെവിടെ മാനേജറാക്കാനാ? ഇതിൻ്റെ എല്ലാം പിന്നിൽ അവരെ കൂടാതെ മറ്റാരുടെ കൈകളുണ്ടെന്നൊക്കെയുള്ളത് നവിയെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ നോക്കുകയാണ് മുത്തശ്ശൻ. DNA ടെസ്റ്റ് ചെയ്യാൻ ഡേവിഡിൻ്റെ കയ്യിലല്ലാതെ വേറെ ആരുടെയെങ്കിലും കയ്യിൽ നീ അത് കൊടുക്കണമായിരുന്നു എന്നൊക്കെ മുത്തശ്ശൻ പറയുമ്പോഴേക്കും നവ്യ അന്ന് ഫ്രണ്ടിൻ്റെ കയ്യിൽ കൊടുത്ത സാമ്പിൾസിൻ്റെ കാര്യമൊക്കെ ഓർക്കുകയാണ് കേട്ടോ. റൂമിലേക്ക് ചെന്ന പാടെ തന്നെ ആ ഫ്രണ്ടിനെ വിളിച്ചിട്ട് ആ റിസൾട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഫ്രണ്ട് പറയുന്നുണ്ട്, അയ്യോ സോറി, ഞാനത് മറന്നുപോയടി, ഒരുപാട് വർക്ക് പെൻഡിങ് ആയിരുന്നുകൊണ്ട് ഞാൻ അത് കാര്യം നിന്നോട് വിളിച്ച് പറയാൻ മറന്നുപോയി. റിസൾട്ട് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്, ഞാൻ നിനക്കത് ഇപ്പോൾ തന്നെ വാട്സപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ആ ഫ്രണ്ട് ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ. അങ്ങനെ വാട്സപ്പിലേക്ക് ആ ഫ്രണ്ട് റിസൾട്ട് അയച്ചു കൊടുക്കുന്നുണ്ട്. ആ റിസൾട്ട് കാണുമ്പോഴേക്കും ശരിക്കും നമ്മുടെ നവ്യ ഞെട്ടിപ്പോവുകയാണ്. നവ്യയുടെ കണ്ണുകളെല്ലാം ചുമന്ന് കണ്ണ് നിറയുകയാണ്. കാരണം ആ DNA ടെസ്റ്റിൻ്റെ റിസൾട്ടിനകത്ത് ചന്തുമോളുടെ അച്ഛൻ അബിയാണെന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആ റിസൾട്ട് പോസിറ്റീവാണ്. മുത്തശ്ശൻ കുറച്ച് മുമ്പ് എടുത്തു കാണിച്ച ആ ഒരു DNA ടെസ്റ്റിൻ്റെ റിസൾട്ടിലും അതും പോസിറ്റീവാണ്. നവ്യ ആലോചിക്കുന്നുണ്ട്, എൻ്റെ ഫ്രണ്ട് എന്നോട് എന്തിനു കള്ളം പറയണം? അവളുടെ കയ്യിൽ ഞാൻ ഇങ്ങനെ ഒരു സാമ്പിൾ ഏൽപ്പിച്ച കാര്യം എനിക്കും അവൾക്ക് മാത്രമല്ല അറിയുള്ളൂ. അതിൻ്റെ പിന്നിൽ വേറെ ആരുടെയും കൈകൾ കിടക്കാൻ സാധ്യതയില്ല. ഇത് ശരിക്കും അബി എന്നെ ചതിക്കുകയായിരുന്നു. അബിയും ആ ഡേവിഡ് സാറും ഒക്കെ നേരത്തെ തന്നെ ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത് മുത്തശ്ശൻ പറഞ്ഞത് എത്ര ശരിയാണ്. എല്ലാവരും കൂടി എന്നെ ഒരു വിഡ്ഢിയാക്കുമായിരുന്നു അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യ ആകെ ദേഷ്യത്തിലാണ് കേട്ടോ. നവ്യ ചെന്നിട്ട് മുത്തശ്ശനോട് ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. മുത്തശ്ശൻ പറഞ്ഞത് ശരിയായിരുന്നു, എന്നെ അബിയും ആ ഡേവിഡും ഒക്കെ കൂടെ ചതിക്കുകയായിരുന്നു. ഞാൻ AM ജ്വല്ലറിയിൽ മോഡലായിട്ട് പോകുന്നതിന് മുമ്പ് തന്നെ അബിക്ക് AM ജ്വല്ലറിയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അതുപോലെ തന്നെ അബിയെ AM ജ്വല്ലറിയിൽ മാനേജർ ആക്കാന്ന് പറഞ്ഞതിൻ്റെ പിന്നിലും എന്തോ ഒരു രഹസ്യം ഉണ്ടെന്നുള്ളത് ഇപ്പം എനിക്ക് മനസ്സിലായി. മുത്തശ്ശ, ഞാൻ ചെയ്തത് വളരെ തെറ്റായിപ്പോയി. ആദർശേട്ടനെയും നയനെക്കുറിച്ചും ഞാൻ പറഞ്ഞതൊക്കെ വളരെ മോശമായി പോയെന്ന് എനിക്കറിയാം. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ തന്നെ പറഞ്ഞ് അവരോട് മാപ്പ് ചോദിക്കുകയാണ് നവ്യ. എന്നിട്ട് നയനയുടെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ ഓർക്കുമ്പോഴേക്കും നവ്യയ്ക്ക് ഭയങ്കര സങ്കടമാകുകയാണ് കേട്ടോ. കാരണം ചന്തുമോള് അബിയുടെ കുഞ്ഞാണെന്ന് അറിഞ്ഞിട്ടും തൻ്റെ ജീവിതം തകരാൻ പാടില്ല എന്ന് ഓർത്തിട്ടല്ലേ അവർ ഇത്ര അധികം ത്യാഗം സഹിച്ചത്, ഇത്ര അധികം നാണക്കേടൊക്കെ സഹിച്ചതെന്നൊക്കെ ഓർത്തിട്ട് തന്നെ നവ്യയ്ക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. അത് മാത്രമല്ല, നയന ഇപ്പോൾ ഒരു അമ്മയാകാനും കൂടി പോവുകയല്ലേ. ആ ഒരു സമയത്ത് നയനെ കള്ളക്കടത്ത് സ്വർണത്തിൻ്റെ പേരും പറഞ്ഞ് ട്രാപ്പിലാക്കി അവളെ ഇത്രയും വിഷമിപ്പിക്കുന്ന ആ AM ജ്വല്ലറിക്കാർ തന്നെയായിരിക്കും എന്നൊക്കെ കരുതിയിട്ടാണ് നവ്യ നേരെ നവീനെ വിളിക്കുന്നതും. എന്നിട്ട് നവ്യ തന്നെ നവീനോട് ആ സംഭവങ്ങളെല്ലാം തന്നെ പറയുകയാണ്. ചന്തുമോളുടെ അച്ഛൻ അബിയാണെന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കിയെന്നും അതുപോലെ AM ജ്വല്ലറിക്കാരെ എന്നെ ഒരു കരുവാക്കി അബിയെ രക്ഷിക്കാൻ നോക്കുകയായിരുന്നു എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ അന്ന് രാത്രി നയനെ അറസ്റ്റ് ചെയ്തതിൻ്റെ പേരിൽ അബിയും ഡേവിഡും തമ്മിൽ സംസാരിക്കുന്നതൊക്കെ നമ്മുടെ നവ്യ കേൾക്കാൻ ഇടയാകുകയാണ് കേട്ടോ. അതോടെ കേൾക്കുമ്പോഴേക്കും നവ്യയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ഇതിൻ്റെ പിന്നിൽ അബിയുടെയും കൈകളുണ്ടെന്നുള്ളത്. അതുകൊണ്ട് തന്നെ സ്വന്തം അനീതിക്ക് ഇതുപോലൊരു അവസ്ഥ ഉണ്ടായല്ലോ എന്നൊക്കെ ഓർത്തിട്ട് തന്നെ നവ്യ കോടതിയിൽ എങ്ങനെയെങ്കിലും സത്യം തെളിയിക്കണം എന്ന് തന്നെ ആഗ്രഹിക്കുകയാണ്. നവ്യ ഉടനെ തന്നെ നവീനോട് ഈ കാര്യങ്ങളെല്ലാം പറയുകയും ആദർശേട്ടനെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ആദർശാണെങ്കിൽ സേവിയറിൻ്റെ സഹായത്തോടെ തന്നെ അബിയും ഡേവിഡും സംസാരിക്കുന്ന കോൾ റെക്കോർഡിങ്സ് എല്ലാം എടുക്കുകയാണ്. കള്ളക്കടത്ത് സ്വർണം വണ്ടിയിൽ കൊണ്ടുവച്ചത് ഞങ്ങളാണെന്നും ആദർശനെ കൊടുക്കാനായിരുന്നു ഞങ്ങളുടെ പ്ലാനെന്നും എന്നാൽ അവൻ്റെ ഭാര്യയാണ് കുടുങ്ങിയതെന്നും ആര് കുടുങ്ങിയാലും കുഴപ്പമില്ല, നമ്മുടെ പ്ലാൻ വിജയിച്ചു എന്നൊക്കെ ഡേവിഡ് അബിയോട് പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ആ കോൾ റെക്കോർഡിങ്സിൽ തന്നെ അവർ കളക്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ AM ജ്വല്ലറിക്കാർ തന്നെയാണ് ഇതിൻ്റെയും പിന്നിലെന്ന് ആ കോൾ റെക്കോർഡിങ്സിൽ തന്നെ അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അത് വെച്ചിട്ട് തന്നെ കോടതിയിൽ നയന നിരപരാധിയാണെന്ന് പ്രൂവ് ചെയ്യാൻ സാധിക്കുമെന്ന് നവീനും പറയുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം നയനെ കോടതിയിൽ ഹാജരാക്കുന്ന സമയത്ത് നവീൻ ഈ തെളിവുകളെല്ലാം കാണിച്ചുകൊണ്ട് തന്നെ നയനെ നിഷ്പ്രയാസം കോടതിയിൽ നിന്ന് ജാമ്യത്തിൽ ഇറക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ കള്ളക്കടത്ത് സ്വർണത്തിൻ്റെ പിന്നിൽ AM ജ്വല്ലറി ആണെന്നും ഡേവിഡാണ് ഇതിൻ്റെ മുഖ്യ സൂത്രധാരൻ എന്നും ഒക്കെ നവീൻ അവിടെ പറയുന്നുണ്ട്. അങ്ങനെ ഈ കള്ളക്കടത്ത് സ്വർണത്തിൻ്റെ പിന്നിലുള്ള അന്വേഷണം നേരെ തിരിയുന്നത് AM ജ്വല്ലറിയിലേക്ക് തന്നെയാണ് കേട്ടോ. എന്നാൽ നവി ഈ സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ് അബിയെ തള്ളി പറയുകയും നയനെയും ആദർശനെയും സപ്പോർട്ട് ചെയ്ത് അവരെ കൂടെ തന്നെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ നവി ഈ സത്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ചതിച്ച അബിയെ വെറുതെ വിടാനാവില്ല, അവന് നല്ലൊരു ശിക്ഷ തന്നെ മേടിച്ചു കൊടുക്കണമെന്നൊക്കെയുള്ള ഒരു പ്ലാനിങ്ങോട് കൂടി തന്നെ അബിയുടെയും ജലജയുടെയും ഡേവിഡിൻ്റെയൊക്കെ മുമ്പിൽ തകർത്ത് അഭിനയിക്കുകയും ചെയ്യുന്നുണ്ട്. മുത്തശ്ശൻ്റെ തീരുമാനപ്രകാരം AM ജ്വല്ലറിയുടെ യഥാർത്ഥ ഉടമ ആരാണെന്ന് കണ്ടുപിടിക്കാൻ ആദർശനെ സഹായിക്കണമെന്നും നവ്യോട് പറയുകയാണ്. അതിനു വേണ്ടിയിട്ട് താൻ ഇനിയും AM ജ്വല്ലറിലെ മോഡലായിട്ട് പോവുകയും അവിടുത്തെ രഹസ്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് എന്നെ ചതിച്ചവരെയെല്ലാം ഞാൻ വെളിച്ചത്ത് കൊണ്ടുവരും എന്നൊക്കെ തന്നെ നവ്യ അവരോട് എല്ലാവരോടും പറയുന്നുണ്ട്. ചന്തുമോളുടെ അച്ഛൻ അബിയാണെന്ന് മനസ്സിലാക്കുന്ന നവ്യ അബിയെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. അവനെ സഹായിക്കുന്ന ഡേവിഡിനെയും അതുപോലെ AM ജ്വല്ലറിയുടെ MDയും തമ്മിൽ, അതുപോലെ ഡേവിഡ് അബിയെ എന്തിനാണ് സംരക്ഷിക്കുന്നതെന്നും അവർ തമ്മിൽ എന്ത് ബന്ധമാണ് ഉള്ളതെന്നൊക്കെയുള്ളത് കണ്ടുപിടിക്കാനായിട്ട് തന്നെ നവ്യയും അവരോടൊപ്പം കൂടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ AM ജ്വല്ലറിയെ തകർക്കാൻ എല്ലാ തരത്തിലും നവ്യ ഒരുങ്ങിയിരിക്കുകയാണ് കേട്ടോ.
ആദർശിന്റെയും നയനയുടെയും നന്ദുവിന്റെയൊക്കെ സഹായത്തോടെ തന്നെ നവ്യ വീണ്ടും എയും ജ്വല്ലറിയിൽ തകർത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. എയും ജ്വല്ലറിയിൽ നടക്കുന്ന എല്ലാ അഴിമതികളും വെളിച്ചത്ത് കൊണ്ടുവരാനും അതുപോലെ അവിടെ നടക്കുന്ന കള്ളക്കടത്ത് സ്വർണത്തിന്റെ തിരിമറികളും ഡ്യൂപ്ലിക്കേറ്റ് ഡയമണ്ട് വിൽക്കുന്നതും അവരുടെ ഭാഗത്തുള്ള തെറ്റുകളൊക്കെ മറയ്ക്കാനായിട്ട് അവർ ചെയ്തു കൂട്ടിയ കൊല്ലും കൊലയും അങ്ങനെയെല്ലാം അവരെ വേരോട് തന്നെ പിഴുതെറിയാനായിട്ടുള്ള രേഖകളും അതുപോലെ തെളിവുകളും ഒക്കെ സംഘടിപ്പിക്കുകയാണ് മാളവികയും നവ്യയും കൂടിയിട്ട്. എന്തായാലും അബിയെക്കുറിച്ചുള്ള സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞതിന് ശേഷം അബിയെ എന്തിനാണ് ഇവർ സംരക്ഷിക്കുന്നത് എന്നും കൂടി നവ്യയ്ക്ക് കണ്ടെത്തേണ്ടതായിട്ടുണ്ടല്ലോ. അതിന്റെ പിന്നിലെ രഹസ്യം കൂടി കണ്ടുപിടിക്കാനായിട്ട് നവ്യ തുനിഞ്ഞിറങ്ങുകയാണ്. അവസാനം എയും ജ്വല്ലറിയുടെ യഥാർത്ഥ ഓണർ ഡേവിഡ് അല്ല എന്നും നാഗേന്ദ്രൻ എന്ന് പറയുന്ന ആളാണെന്നൊക്കെയുള്ളത് നവ്യ തന്നെ കണ്ടുപിടിക്കുന്നുണ്ട്. എന്നാൽ നാഗേന്ദ്രനും അബിയും തമ്മിലുള്ള ബന്ധം എന്താണെന്നൊന്നും നവ്യയ്ക്ക് ആദ്യം മനസ്സിലായില്ല. പിന്നീട് ആദർശനെ ഈ വിവരങ്ങളെല്ലാം അറിയിക്കുന്നതോടുകൂടി നാഗേന്ദ്രനും അബിയും തമ്മിലുള്ള ബന്ധമൊക്കെ അവർക്ക് മനസ്സിലാവുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് മുത്തശ്ശൻ തറവാട്ടിൽ നിന്നും അടിച്ചിറക്കി വിട്ട ആളാണ് നാഗേന്ദ്രൻ എന്നും ജലജയുടെ ഭർത്താവും അതുപോലെ അബിയുടെയും അവന്തികയുടെയും അച്ഛനാണെന്നൊക്കെ ഉള്ളത് നവ്യ അപ്പോഴാണ് തിരിച്ചറിയുന്നത്. എന്തായാലും അയാളുടെ എല്ലാ കള്ളക്കളികളും പുറത്തു കൊണ്ടുവരാൻ വേണ്ടി നവ്യയും ആദർശും നയനയും അതുപോലെ മാളവികയും നന്ദുവും എല്ലാം ഒന്നിച്ച് തന്നെ കട്ടയ്ക്ക് നിൽക്കുകയാണ്. അവസാനം നാഗേന്ദ്രനെയും അബിയെയും ഡേവിഡിനെയൊക്കെ കൊടുക്കാനുള്ള എല്ലാ തെളിവുകളും അവർക്ക് കിട്ടുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ നവ്യ വലിയൊരു രഹസ്യം കൂടെ അറിയുകയാണ് കേട്ടോ. ഇതോടൊപ്പം തന്നെ നാഗേന്ദ്രനെ എല്ലാ കാര്യങ്ങളിലും സഹായിക്കുന്നതും തറവാട്ടിലെ വിവരങ്ങളെല്ലാം ചോർത്തി കൊടുക്കുന്നതും അവന്തികയാണെന്നുള്ളത് കണ്ടുപിടിക്കുന്നുണ്ട്. അങ്ങനെ അവന്തികയും നാഗേന്ദ്രനും ഡേവിഡിനെ മുന്നിൽ നിർത്തി കളിച്ച ഒരു വൃത്തികെട്ട നാടകം തന്നെയായിരുന്നു ഇതെന്ന് അവർക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെ അവസാനം ഇവരെ പൂട്ടാനുള്ള എല്ലാ തെളിവുകളും അവർക്ക് കിട്ടുകയാണ് കേട്ടോ. അധികം വൈകാതെ തന്നെ എയിം ജ്വല്ലറിയിൽ നടക്കുന്ന എല്ലാ കുറ്റകൃത്യങ്ങളും അതുപോലെ നിയമം തെറ്റിച്ചാണ് ഇവർ സെയിൽ നടത്തുന്നതെന്നുള്ളതും ഒരുപാട് തട്ടിപ്പുകളും കള്ളക്കടത്ത് സ്വർണവും ഡ്യൂപ്ലിക്കേറ്റ് ഡയമണ്ട് വിൽക്കുന്നതും അങ്ങനെ പല കാരണങ്ങൾ ചൂണ്ടിക്കൊണ്ട് തന്നെ എയിം ജ്വല്ലറിയിൽ വലിയൊരു അന്വേഷണം തന്നെ നടക്കുന്നുണ്ട്. അങ്ങനെ അന്വേഷണങ്ങൾക്കൊടുവിൽ എയിം ജ്വല്ലറി പൂട്ടിപ്പോവുകയാണ്. ഡേവിഡിന്റെയും നാഗേന്ദ്രന്റെയും അബിയുടെയും അവന്തികയുടെയും ഒക്കെ ചീട്ട് കീറിക്കൊണ്ട് തന്നെ നവി ഈ സത്യങ്ങളെല്ലാം അവർക്ക് മുമ്പിൽ തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട്. ചന്തുമോളുടെ അച്ഛൻ അബിയാണെന്നുള്ള വിവരങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നതെന്നും നീയും എയും ജ്വല്ലറിയും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്നും അതെന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാനും ആദർശേട്ടൻ്റെയും നയനോടും ഒപ്പം കൂടെ ചേർന്ന് അന്വേഷിക്കുകയായിരുന്നു എന്നൊക്കെ നവ്യ പറയുന്നുണ്ട്. അങ്ങനെ അവസാനം ഇവരെ എല്ലാവരെയും കോടതിയിൽ ഹാജരാക്കുകയും ഇവരെ കോടതി റിമാൻഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശൻ ആഗ്രഹിച്ച പോലെ തന്നെ എയും ജ്വല്ലറിയുടെ യഥാർത്ഥ ഓണറെ കണ്ടുപിടിക്കുകയും തൻ്റെ ശത്രുക്കളെ വകവരുത്തുകയും ചെയ്തിരിക്കുകയാണ് ആദർശ്. അങ്ങനെ ആദർശ് മുത്തശ്ശനും അടുത്ത വാക്കുകളെല്ലാം നിറവേറ്റിക്കൊണ്ട് തന്നെ തിരിച്ച് അനന്തപുരയിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്.